പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മളെപ്പോഴും വിചാരിക്കുന്ന കാര്യം എന്താ? നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ക്രിയേഷൻ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കും വലിയ വലിയ കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾക്ക് അന്ന് നമ്മൾ കണ്ടിട്ടുള്ള ചിലപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ ആവണമെന്ന് തോന്നും, പൈലറ്റ് ആവണമെന്ന് തോന്നും, നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ കാലക്രമേണ നമ്മൾ നമ്മളുടെ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് നമ്മളുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ചിലപ്പോൾ അവരുടെ കുത്തുവാക്കാവാം, ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അനുഭവങ്ങളാവാം, നമ്മൾക്ക് ആ ഓരോ സാഹചര്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ മല്ലിടിച്ച് വരുമ്പോഴും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മളൊരു സൈഡിൽ വയ്ക്കും. ജീവിതത്തെ നമ്മൾ എന്തായിട്ട് ചെയ്യും? ജീവിതം വന്നതുപോലെ പോട്ടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ ചിന്തിച്ച് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ജീവിതത്തെ ഇനി എനിക്കൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയുള്ളൊരു അപകർഷതാബോധമോ ഒക്കെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ എന്താവും? നമ്മൾ കുഴപ്പത്തിലാവും. അപ്പം നമ്മളെ ചിലപ്പോൾ കുറേ ആൾക്കാർ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടാവും. പല ലെവലിലേക്കുള്ള വാക്കുകളും ഉണ്ടാവാം. ചിലപ്പോൾ അവർ ഓൾമോസ്റ്റ് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവയൊക്കെ നമ്മൾക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ അല്ലെങ്കിൽ ഉയർന്ന രീതിയിലേക്ക് നമ്മൾക്ക് ജീവിക്കാനായിട്ടുള്ള പ്രചോദനമായിട്ട് നമ്മൾ കാണുകയും നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ധൈര്യം കാണിക്കുവാണെങ്കിൽ ജീവിതത്തിൽ ഏതൊരാൾക്കും എന്തും നേടാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലുതായി ചിന്തിക്കുക എന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു 15 ദിവസത്തെ ക്ലാസ്സുകളാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ആൾക്കാരൊക്കെ ഇത് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് എഴുതിയേക്കുന്നത് യൂഹോ ഒഗാവ എന്ന് പറയുന്ന ഒരു ജപ്പാൻകാരനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ലോകമെമ്പാടുമായിട്ട് ഒരു 10 കോടി ബുക്കുകളെങ്കിലും അദ്ദേഹത്തിൻ്റെ വിറ്റുകൾ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തിങ്ക് ബിഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിട്ട് ആ ബുക്ക് വാങ്ങാം, അന്നേരം നിങ്ങൾക്ക് വായിക്കാം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വലുതായിട്ട് ചിന്തിക്കാനായിട്ടും നല്ല സ്വപ്നങ്ങൾ കാണാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വലുതായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഞാൻ എന്തൊക്കെ ചിന്തകൾ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇവയൊന്നും എനിക്ക് നടന്നിട്ടില്ല. അപ്പം ഞാൻ പിന്നെ ഇനി അതൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് എന്തെങ്കിലും നടക്കുമോ? ഒരു കാരണവശാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ ഇത്രയും നാൾ നടന്നിട്ടുണ്ടാവില്ല, എങ്കിലും നമ്മൾക്ക് എന്തും നേടാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫുണ്ട്. ആ ലൈഫിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വഴിത്തിരിവായത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ളൊരു ബുക്കാണ്. ആ ബുക്ക് ഞാൻ വാങ്ങിയത് ഒരു 98-ലൊക്കെയാണ് ഞാൻ ആ ബുക്ക് വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി അധികം വർഷമായി. ഇപ്പോഴും എൻ്റെ മേശപ്പുറത്ത് എല്ലാ ദിവസവും ഞാൻ വായിക്കുന്ന ഒരു ബുക്കിലൊന്നാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, എങ്ങനെ ചിന്തിച്ചിട്ട് സമ്പന്നനാവാം. അപ്പോൾ ആ ബുക്ക് എനിക്ക് ഒത്തിരി അധികം പുതിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി ഐഡിയാസ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു ശോഭനമായിട്ടുള്ള ഭാവി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു ലക്ഷ്യമുണ്ടാക്കുകയും ആ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രിയേഷനായിട്ട് വിചാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്തൊരു ജീവിതമായിരുന്നു. എങ്കിലും ഞാൻ എപ്പോഴും വളരെ നന്നായിട്ട് ജീവിക്കുന്ന ആളുകളെ മോഡൽ ചെയ്യുകയും അവർക്ക് പറ്റിയെങ്കിൽ എനിക്കും കഴിയും എന്ന ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എന്നോട് തന്നെ പറയുകയും ചെയ്തിട്ട് കിട്ടാവുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മാറി. നിങ്ങൾ ആലോചിക്കും, എനിക്ക് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നടക്കും. സത്യത്തിൽ അതെനിക്ക് തോന്നിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ കഴിയുന്നൊരു വിശ്വാസം ഉണ്ടാവുകയും നമ്മൾ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ഈ യൂണിവേഴ്സിനോട് നമ്മൾക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള എന്തും ഇവിടെ കിട്ടും. അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് ജീവിതത്തിൽ
എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വലുതായിട്ട് ചിന്തിക്കണം. 2, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം. നിങ്ങളിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ മാസീവ് ആക്ഷനായിട്ട് കൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിനായിട്ട് ചെയ്യണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്താൽ ലൈഫ് മാറ്റാൻ പറ്റും. അപ്പോൾ സ്വപ്നം കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തും നമ്മൾക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്വപ്നം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മളെ ഉറക്കത്തിലും എണീറ്റിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഉറക്കാത്ത സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ കണ്ട് വരുമ്പോൾ നമ്മളുടെ റിയാലിറ്റിയിൽ ആ സ്വപ്നം തന്നെ യാഥാർത്ഥ്യമാവുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾക്ക് എന്തും നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ഗോള് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെജോറിറ്റി മനുഷ്യർക്കും ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് അവൻ്റെ ലൈഫിൽ തന്നെ അവനറിയില്ല. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എന്താണ് ഈ ഒരു 3 മാസത്തിൽ? നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമ്മൾക്ക് ഓഗസ്റ്റ് പകുതിയായി. ഇനിയിപ്പോൾ വളരെ കുറച്ച് നാളുകളും കൂടിയേ ഉള്ളൂ നമ്മളുടെ ഈ വർഷം കടന്നു പോകാൻ, അല്ലേ? സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞു. ആകെ 4 മാസം കൂടിയാണ് നമുക്ക് ഈ വർഷത്തെ പോകാനായിട്ട് നമുക്കുള്ളത്. അപ്പോൾ ഈ 4 മാസം കൂടി കഴിഞ്ഞാൽ 2024 നമ്മൾ വിട പറയും. പിന്നെ പുതിയ വർഷം വരും. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു വർഷത്തിൽ ഈ വർഷം കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വരുമാനം എത്രയാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ? അപ്പം അങ്ങനെയുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യുകയും ആ ഒരു സെറ്റ് ചെയ്ത ലക്ഷ്യത്തിലേക്ക് റെഗുലറായിട്ട് ജോലി എടുക്കുന്ന ഒരു കാര്യം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് മാറും. അപ്പം നിങ്ങൾ ഇന്ന് ചാറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, എന്താണ് നിങ്ങൾ ഈ ഒരു 2024 ഡിസംബർ 31 നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യം. കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 6% ആൾക്കാർക്ക് പോലും എഴുതിയുണ്ടാക്കിയ ലക്ഷ്യങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തും നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്ക് എഴുതിയുണ്ടാക്കിയ ലക്ഷ്യങ്ങളുണ്ടാവണം. ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും ആ ഗോളിലേക്ക് വർക്ക് ചെയ്യാനും തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം മാറും. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ ഏറ്റവും വലുതായിട്ട് കാണാനും ആ വലുതായിട്ട് കാണുന്ന കാഴ്ച നിങ്ങൾക്ക് എത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചിന്തിക്കാനും കുറച്ച് സമയമെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. അപ്പോൾ എഴുതി വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്താണ് നിങ്ങൾ എഴുതിയ ലക്ഷ്യം എന്ന് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാനും മറക്കണ്ട. കാര്യം നമ്മളുടെ ആസ്ക് യൂണിവേഴ്സിലേക്ക് ഇടുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഒത്തിരിയധികം ആൾക്കാർ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആ ഗോള് നിങ്ങൾ എഴുതുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഗോള് അച്ചീവ് ചെയ്തു എന്ന ആ സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ ഒന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു വലുതായി ചിന്തിക്കുക എന്നുള്ളതിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു.